ഗൈസ്, ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ചേച്ചി ലാസ്റ്റ് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടായിരുന്നു. മരിച്ചു കഴിയുമ്പോൾ ഫോൺ അവന് കിട്ടുമല്ലോ. എങ്ങനെ കിട്ടും? അത് കൊടുക്കും. ഓ ഇവന്റെ ലെഗസി കോൺടാക്ട്സിൽ ഇവൻ ഒരു എഡിറ്ററിനെ വെച്ചിരിക്കുന്നത്. എന്താണ് വിറയ്ക്കുന്ന എർത്ത് എനിക്കൊന്ന് വീണ് കഴിഞ്ഞാ അതെ 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 പക്ഷികളും ചെറിയ ഇൻസെക്ട്സും ഒക്കെ ഭയങ്കര സൈലന്റ് ആണ്. സോ ദാറ്റ് അവർ സ്പോട്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 ഫീറ്റ് ഉണ്ടാവും. നമ്മുടെ ആൾക്കാരെ കണ്ടു കിട്ടിയിട്ടുണ്ട് ഗൈസ്. കണ്ടു കിട്ടിയെന്ന് ചേച്ചി ഇപ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ ഇതുവഴി പോയെന്നാണ് നമ്മൾ അറിയാൻ പറ്റിയത്. ജീവനോടെ ഉണ്ടെങ്കിൽ എഡിറ്റർ അല്ലാതെ, അല്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് അത് കാണിച്ചു തരും. People struggle to do things alone. And the path of the exceptional person is one of an exception, which means that you are not with other people. And rather than fighting that or bemoaning it, see it as an indicator that you're on the right path. Because if everyone else were cheering you on, then it means you're not in the right place, because it means you're just like everyone else, and that's not where you want to be. ഇന്ന് നമ്മള് ട്രെക്കിംഗ് പോകാൻ പോവാണ്. ഭയങ്കര കാടേറിയ മലയാണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുലി, ആന, പിന്നെ കുറച്ച് പാമ്പുകൾ, ഭയങ്കര സീനാണ് മുകളിലോട്ട് കയറാനായിട്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് കുറച്ച് കഷ്ടപ്പെട്ട് അതിന്റെ മുകളിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ നമ്മുടെ ഗ്രൂപ്പിന് എല്ലാവർക്കും നല്ല പേടിയോടെയാണ് ഈ അഡ്വഞ്ചർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ബോണക്കാടിലോട്ട് പോകുന്ന വഴിയിൽ ഈ സൗത്ത് ഏഷ്യയിൽ തന്നെ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഹിഡൻ സ്പോട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഏതാണ് സ്പോട്ട് എന്ന് നമുക്ക് ഉടനെ അറിയാം. രണ്ടും തള്ളി മറിച്ച് കഴിഞ്ഞില്ലേ? ഇത് തള്ളല്ല. എനിക്കൊരു സത്യം പറയാനുണ്ട്. ഇത് നിങ്ങൾ ഇന്നേ വരെ ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമായിരിക്കും. ഇത് ട്രിവാൻഡ്രത്തിൽ തന്നെയല്ലേ? അങ്ങോട്ട് നോക്കിയാൽ മതി. മാളില് കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടല്ലേ? ഒരു വലിയ വെള്ളച്ചാട്ടമുണ്ട്. അതിന്റെ സൈഡിൽ കുറെ മരങ്ങളുണ്ട്. മരങ്ങളുടെ ഇടയിൽ കുറെ കാടുണ്ട്. വേറെ എന്തൊക്കെയോ എക്സോട്ടിക് പ്ലാന്റ്സ്. ഫുൾ പ്രിപ്പയർഡ് ആണ്. പിന്നെ ഇവിടെ മാത്രം കാണുന്ന കുറെ വൈൽഡ് ലൈഫ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു മോഡറേറ്റ് ടു ഭയങ്കര ഹൈ ഡിഫിക്കൽട്ടി ഉള്ള ഒരു ട്രെക്കിലാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ആക്ച്വലി കണ്ടുപിടിച്ചു നമ്മുടെ ആളുകളെ. സൂം ചെയ്താൽ കാണാം. നടന്നു കയറിക്കോ. നടന്നു കയറിക്കോ. ഞാൻ വരുവാ. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. നടന്നോ? മിണ്ടാപ്രാണിക്ക് ബിസ്ക്കറ്റ് കൊടുത്താലേ പുണ്യം കിട്ടും. വെയിറ്റ് ചെയ്യടാ. പഴങ്കഴി പഴങ്കഴി പഴങ്കഴി. ഈ വിലക്ക് ഈത്തപ്പഴ എവിടെയെങ്കിലും കിട്ടുമോ? ഈയിലും വില കുറച്ച് കിട്ടുന്ന ഒരു സാധനമുണ്ട്, ചാണകം. ഭാഗത്ത് തിന്നോളി. നമ്മൾ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രക്ക് ചെയ്ത് ഇച്ചിരി ഒരു ഇൻക്ലൈൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. കൊറേ ഇതിനു മുന്നേ നമുക്ക് 2 റിവർ ക്രോസ് ചെയ്യേണ്ടി വന്നു. ഇനി അങ്ങോട്ട് കുറച്ച് 2-3 റിവറും കൂടെ ക്രോസ് ചെയ്യേണ്ടി വരും. പോകുന്ന വഴിക്ക് പുലി ചാടാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ് കമ്പൊക്കെ എടുത്ത് നമ്മൾ വരുന്ന വഴിക്ക് പുലിയുടെ ഫുട് പ്രിന്റ്സ് കണ്ടായിരുന്നു. ഇതിന്റെ അടുത്ത് ഈ ഒരു പരിസരത്ത് ഒരു 5 കിലോമീറ്റർ റേഡിയസ് കണ്ട ഫുട് പ്രിന്റ്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് എടാ, നമ്മൾ അതിന്റെ ഭയത്തിൽ, ആ ഫിയറിൽ നമ്മളെല്ലാം മറന്നുപോയി. പുള്ളി ഇടയ്ക്ക് ഞാൻ ഇത് അറിഞ്ഞ ലൈറ്റിന്റെ ടൈം ആയിരുന്നു. ഒരു കാര്യം കാണിച്ചു തരാം. ഇത് ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത് കണ്ട ഇവിടെ നിന്ന് വീണാൽ തന്നെ നമ്മൾ മരിക്കും. ആക്ച്വലി തുടങ്ങിയില്ല അതിനു മുമ്പ്. ആൾക്കാർ ചാടി ആ കയറി തൂങ്ങി അപ്പുറത്തൊക്കെ പോവായിരുന്നു. ഇപ്പം പണ്ട് ഇത് ഇച്ചിരി സീന് വഴിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോ തന്നെ സീനാണ്. കൈയിരിക്കുന്ന ഫോൺ തറ വീണാലും സീനാണ്. ആപ്പിൾ കെയർ പോലും കിട്ടത്തില്ല. ആപ്പിൾ കെയർ ഒക്കെ കഴിഞ്ഞു. ട്രക്ക് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ആദ്യം കരുതേണ്ട ഒരു കാര്യം, നിങ്ങൾ ഷൂസ് ഇടുക, പ്രത്യേകിച്ച് ബൂട്ട്സ് ഇടുക.
കാരണം ചെറിയ ചെറിയ സാധനങ്ങൾ ഒന്ന് കടിക്കാൻ സാധ്യതയുണ്ട്. ഇതുണ്ട്, ഞാൻ ഫുൾ റിസ്ക് ആണ് ഞാൻ എടുത്തേക്കുന്നത്. എക്സ്ട്രീം റിസ്ക്. ഇത് കണ്ടോ ഗൈസ്? ഇവൻ ചത്ത ഉത്തരവാദി ഞങ്ങളല്ല. അതാ. പിന്നെ അതേപോലെ ഇത് ശ്രദ്ധിക്കണം അല്ലേ, നമ്മള് കയ്യിൽ കാര്യങ്ങൾ കരുതി കഴിഞ്ഞാൽ നമ്മൾ വീഴാൻ പോകുമ്പോൾ പിടിക്കാനൊന്നും പറ്റത്തില്ല. അതാ, അപ്പൊ കയ്യിലൊന്നും കയ്യിലൊന്നും കൊണ്ടുവരരുത്. പ്രത്യേകിച്ച് ക്യാമറ ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ബാഗിൽ വെക്കണം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ക്യാമറമാൻ നെവർ ഡൈസ് എന്നാണ് തിയറി. അത് ശരിയാണ്. ശരിയാണ്. അത് നമ്മൾ ഇന്ന് അത് സത്യമാണോ അല്ലയോ എന്ന് നമ്മൾ അതെ, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകും. ഇന്ന് നമ്മുടെ അത് വേണം നിന്നെ ഒന്ന് കാണിക്കൂ. അവസാനത്തെ വീഡിയോ ആയിരിക്കും. ക്യാമറമാൻ ഹിയർ സൈനിങ്. പുഴക്ക് ഇങ്ങനെയാണോ വിടുന്നത്? ഇവിടെ പ്ലാസ്റ്റിക് പാടില്ല, അതുകൊണ്ട് ഞങ്ങൾ ആമസോൺ ഓർഡർ ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ പഴം കൊണ്ടുവന്ന ബോക്സ് ആണ്. ആമസോണിൽ നിന്ന് എത്തിയുള്ളത്. ഓക്കെ ലെറ്റ്സ് ഗോ. വരൂ. മാൻ വേഴ്സസ് വൈൽഡ് പാർട്ട് 2 റെഡി. എടാ ലേസ് ഒന്ന് മാറ്റുമോ? നൈസ്. ഇത് ഇങ്ങനെ വേണമെങ്കിൽ പിടിക്കാം, കാരണം ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിരലിൽ വേണമെങ്കിലും പിടിക്കാമല്ലോ. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുപോലെ ട്രെക്ക് ചെയ്യാൻ പോകുമ്പോൾ ഹെൽത്തി ആയിരിക്കണം. എപ്പോഴും നമ്മുടെ കയ്യിൽ വെള്ളവും ഫുഡും കാണണം. അതുകൊണ്ട് നമ്മളിതാ ചെറുതായിട്ട് ലൈസ് കൊണ്ടുവന്നിരിക്കുന്നത്, ബനാന കൊണ്ടുവന്നിരിക്കുന്നത്, പിന്നെ കുറച്ച് എനർജി ഡ്രിങ്ക് ഉണ്ട്. എനർജി ഡ്രിങ്ക് ഏതാണ്? എനർജി ഡ്രിങ്ക് കാണിച്ചു തരാലോ. അതാണ് ഏറ്റവും നല്ല എനർജി ഡ്രിങ്ക്, വാട്ടർ. പിന്നെ നമുക്ക് ഇതുണ്ട്, ഇത് സ്പോൺസർഡ് ബൈ. പിന്നെ അടുത്തത് സ്റ്റിംഗ് ഉണ്ട്. മതി ചാവും. നമ്മൾ മുകളിലേക്ക് പോകുന്നു. കമന്റ് ബോക്സിൽ പറയും നമ്മൾ ലെഫ്റ്റ് എടുക്കണോ റൈറ്റ് എടുക്കണോ. തൽക്കാലത്തിൽ ലെഫ്റ്റ് എടുക്കുക. വഴി കാണിച്ചു കൊടുക്കുന്ന. ഓ ഇല്ല, റൈറ്റ് എടുത്ത ഇതാണ്. അവൻ കാണിച്ചു തന്ന ലെഫ്റ്റിലെ വഴി ഇതാണ്. ഇതാണ് അവൻ കാണിച്ചു തന്ന വഴി. നല്ല വഴിയാ, പെട്ടെന്ന് മുകളിലേക്ക് എത്താം. അടിപൊളിയാ. അവര് പോട്ടെ. നമ്മടെ ഇപ്പോഴേ നമ്മള് ടയേർഡായി തുടങ്ങിയിട്ടുണ്ട്. നമ്മള് നടക്കുന്ന കണ്ടിട്ട് നമ്മുടെ മുമ്പിൽ ഒരു ഫാമിലി കയറി. നമ്മൾ അവരുടെ പ്രൈവസി ഇത് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ അവർ ക്യാമറയിൽ നിന്ന് മാറ്റി. ഇവിടെ നല്ല സ്ലിം ആയിട്ട് നല്ല ടോൾ ട്രീസാണ് കാണുന്നത്. ഇത് ഇവിടുത്തെ ഒരു റീജിയന്റെ പ്രത്യേകതയാണ്. ആണോ? കാട്ടിന്റെ പ്രത്യേകതയാണ് ടോൾ ട്രീസ് എന്ന് പറയുന്നത്. ഇനി ആരെടുക്കുന്നത് നോക്കിട്ട്. നമ്മള് ട്രെക്കിങ്ങിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മള് പരിസരങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോഴായിരിക്കും അവർ നമ്മളെ നേരത്തെ പേടിപ്പിച്ച പോലത്തെ ഒരു പാമ്പൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കടി കൂടെ പോവാ. അത് പാമ്പ് കൊത്തിയിട്ട് പോകും. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ കോഷ്യസ് ആയിരിക്കണം. ഒരു ആന കുത്താൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മതി. ആന കുത്താൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതും കമന്റ് ബോക്സിൽ നിങ്ങൾ പറയും. എല്ലാ ഇവര് ചെറിയ കല്ല വിടില്ലേട്ടാ. ഓ നൈസ്. സ്ഥലമൊക്കെ വേണമെങ്കിൽ നോക്കി വെച്ചോ, ചിലപ്പോ നാളത്തെ ബാഹുബലി പോലത്തെ സിനിമകളൊക്കെ ഇവിടെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ബാഹുബലി. ഓ ബാഹുബലി. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഇപ്പം സറൗണ്ടിങ് സൈലന്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. സൈലന്റ് എന്ന് പറഞ്ഞാൽ റിസ്ക് കൂടുന്നതാണ് അർത്ഥം. ശരിയാണ്. അതാണ്. ഓ അത് ശരിയാണ്. അപ്പൊ അടുത്ത വല്ല പുലിയുടെ സൈറ്റിംഗ് വരുമ്പോഴത്തേക്ക് അറിയത്തുപോലില്ല. ബാക്കിയുള്ള വൈൽഡ് ലൈഫ്, ഈവൻ പക്ഷികളും ചെറിയ ഇൻസെക്ട്സും ഒക്കെ ഭയങ്കര സൈലന്റ് ആവും. സോ ദാറ്റ് അവർ സ്പോട്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ജീവനോട് ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. കാരണം ഇതിന് ശേഷമായിരിക്കും നമ്മൾ ചിലപ്പോൾ ഞാൻ എഡിറ്റർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവൻ അത് ഇട്ടേക്കാം, അറിയില്ല. ഇവിടെ നെറ്റ്വർക്ക് ഇല്ലല്ലോ. അല്ല, അത് മരിച്ചു കഴിയുമ്പോൾ ഫോൺ അവന് കിട്ടുമല്ലോ. എങ്ങനെ കിട്ടും? അത് കൊടുക്കും വൈൽഡ് ലൈഫ്. ഓ ഇവന്റെ ലെഗസി കോൺടാക്ട്സിൽ ഇവൻ ഒരു എഡിറ്ററിനെ വെച്ചിരിക്കുന്നത്. എന്താണ് വിറയ്ക്കുന്നത്? എർത്ത് ക്വേക്ക്. പിന്നെ വാ, നമുക്ക് പതുക്കെ നടക്കാം. എടാ നിങ്ങൾ വാ. ഗൈസ്, ഒരു കമ്പ് അത്യാവശ്യം വേണം, കാരണം എല്ലാവരുടെ കയ്യിൽ കമ്പിട്ട് നമ്മുടെ ഇല്ല. അങ്ങോട്ട് പോയ എല്ലാവരുടെ കയ്യിലും കമ്പൊക്കെ അവിടെ നിന്ന് കടന്നു വെച്ചാലോ? അല്ല, നമുക്ക് ലോജിക്കലി എന്തിനാണ് കമ്പ് പിടിച്ച് ഗ്രിപ്പ് കിട്ടാണ്? എന്തിനാണ്? വേറൊരു കാര്യമുണ്ട് ആക്ച്വലി. നമ്മള് ഫ്രണ്ടിലത്തെ വഴി ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട്. ഇപ്പൊ ഇൻ കേസ് അതുകൊണ്ട് അവിടെ അടുത്തെന്തെങ്കിലും പാമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോ ഇങ്ങനെ നോർമൽ ട്രെക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിലുള്ള എല്ലാവരും പൊതുവിൽ ശബരിമലയ്ക്ക് പോകുമ്പോൾ പൊതുവെ ചെയ്യാനുള്ള കാര്യമാണ് അല്ലേ? പക്ഷെ ഇത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇതത്രയും ഇപ്പം ടാറിട്ട റോഡല്ല, പക്ഷെ അല്ലേ? അല്ലല്ല, നമ്മൾ ആക്ച്വലി കുറച്ചും കൂടെ ഇതാവണമെങ്കിൽ നമ്മൾ ഷൂസൊക്കെ ഊരിയിട്ട് നടക്കുന്നതാണ് ഏറ്റവും ക്ലോസസ്റ്റ് ടു നേച്ചർ. നമ്മൾ ഷൂസൊക്കെ ഊരി, കാരണം നമ്മളെ എല്ലാ സ്റ്റെപ്പിലും നമ്മൾ ആ നേച്ചർ ഫീൽ ചെയ്യണം. ഇവിടുത്തെ കല്ലുകൾ, ഈ ഇലകൾ. പിന്നെ ഇവിടുത്തെ അതോറിറ്റീസ് ആക്ച്വലി കുറച്ച് നല്ലപോലെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അതെ അതെ, ഇവിടെ അനാവശ്യമായിട്ട് പ്ലാസ്റ്റിക് ഒന്നുമില്ല. ഒരു പ്ലാസ്റ്റിക് പോലും നമ്മൾ ഇതുവരെ നോട്ട് ചെയ്തില്ല. പിന്നെ ഗ്ലാസ് കാര്യങ്ങൾ അങ്ങനെ പൊട്ടിയതോ അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ ഇതൊരു മോർണിംഗ് ജോഗ് ഒരു റൂട്ടായാൽ നല്ലതായിരിക്കും അല്ലേ? രാവിലെ ജോഗ്. പക്ഷെ 9 മണിക്ക് ഓപ്പൺ ചെയ്യാത്തുള്ളൂ. 9 മണിയാണ് ഇവിടെ ഓപ്പണിംഗ്, കാരണം അത്രയും റിസ്കിയാണ്. ഇപ്പൊ കുറെ ഇൻകമിങ് ആൾക്കാർ. ഗൈസ് വെയിറ്റ്, ഓ മൈ ഗോഡ്, ഇത് കണ്ടോ നിങ്ങൾ? ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇറ്റ്സ് എക്സ്ട്രീംലി റിസ്കി മാൻ. നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം ശരിയാണ്. ഇത് ഒരു ദിവസത്തെ പഴക്കം ഉണ്ടാവുമല്ലോ. ഇതിനൊരു അരമണിക്കൂർ ടെക്സ്ചർ വെച്ച് നോക്കുമ്പം ഒരു ഇനി അത് 2 ദിവസത്തെ off പഴക്കം കാണാൻ സാധ്യതയുണ്ട്. ഇവൻ എന്താണ് ഉദ്ദേശിച്ചത് ഇത് കണ്ടോ? ആക്ച്വലി കുറച്ച് ആനയുടെ പിണ്ടമാണ്. അതും എന്നാലും ചുക്ക് ഇവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, വെള്ളത്തിനൊക്കെ അടുത്ത്. സംഭവം അവിടെ നിന്ന് വന്ന് ആന വെള്ളം കുടിക്കാൻ താഴോട്ട് പോയിട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു നിഗമനം. തിരിച്ചിതുവരെ കയറിയിട്ടില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കയറിയാൽ നമ്മുടെ കാര്യം അതോ ഗതി. ക്യാമറ മീറ്റ്സ് ക്യാമറ. ഓ മൈ ഗോഡ്, ഇത് ക്രോസ് ചെയ്യണം അല്ലേടാ നമുക്ക്? ഓ ഇത് മേലെ ഇറങ്ങും. സീൻ കണ്ട കേവ് ഒക്കെ പോലെ. ലെഫ്റ്റ് സൈഡ്. ഇനി കുറച്ച് ഡേഞ്ചറസ് ആയി തുടങ്ങിയിട്ടുണ്ട്. Three, two, one. നമ്മളെ ടീം ആക്ച്വലി കയറി മേളിൽ അങ്ങ് പോയി. നമ്മളിവിടെ എത്തിയതേ ഉള്ളൂ ഇപ്പോഴും. നമുക്ക് ആക്ച്വലി കറക്റ്റ് വഴി ഇനി എങ്ങോട്ടാന്ന് അറിയില്ല. ഇത് കാടിന്റെ നടുക്കായി സ്റ്റക്കായി. നമ്മൾ ആ കമ്പൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കമ്പൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി ഡേഞ്ചർ സോണിലാണ്. നമ്മൾ നേരത്തെ 9 പേരെന്തോ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് 3 കുറഞ്ഞു. ആൾക്കാർ റിസ്ക് കൂടുതലാണ്. അതെ റിസ്ക് കൂടുതലാണ്. ഇനി കുറെ പോകാനുണ്ട്. അതെ, ഒന്നും ആയില്ല. ജസ്റ്റ് എത്ര ആയി കാണും? 10% ഓഫ് ദ ട്രെക്ക് കംപ്ലീറ്റ്. അത്ര ആയതേ ഉള്ളൂ. ഇപ്പൊ തന്നെ നല്ല ടയർഡായി. നമ്മുടെ സപ്ലൈസ് ഒക്കെ കഴിയാറായി. അതെ, നിങ്ങൾ വിചാരിക്കും ഈ ട്രെക്ക് ഏകദേശം ഒരു 20 കിലോമീറ്റേഴ്സ് ആണ്, പക്ഷെ വെറും 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ഈ ഫോറസ്റ്റ് ഫുഡ്സ് ഒക്കെ വെച്ച് അതെ കഴിക്കേണ്ടി വരും. പഴമൊക്കെ കാണുന്നുണ്ട്. ഒരു പഴവും കൂടെ ബാക്കിയുണ്ട്. അതെ, കഴിഞ്ഞിട്ട് ഉദ്ദേശിച്ച മരത്തിലെ പഴം. അതെ തന്നെ. പിന്നെ നമ്മുടെ ഇതുണ്ട്, സോൾട്ട് ഒക്കെ ഉണ്ട്, ഉപ്പുണ്ട്. പിന്നെ ഫോറസ്റ്റ് ആയതുകൊണ്ട് കിട്ടുന്ന സാധനങ്ങളുണ്ട്. നൈസായിട്ട് കണ്ടുപിടിച്ചാൽ മതി. കൊരങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ അങ്ങനെ പറയുന്നത്. ഗൈസ്, നമ്മൾ കുറെ നേരമായിട്ട് നമ്മൾ സംസാരിക്കുന്നെങ്കിലും ആക്ച്വലി റിസ്ക് കൂടി വരികയാണ്. ടൈം കുറഞ്ഞു വരികയാണ്. നമ്മള് സമയം പോകുന്നവരും നമ്മള് കാട്ടിന്റെ സെന്ററിലോട്ട് പോവുക. കാടിന്റെ ഡെൻസിറ്റി കൂടുകയാണ്. പിന്നെ ഏറ്റവും വലിയ നമ്മൾ കരുതേണ്ട കാര്യം പറഞ്ഞാൽ ഇരുട്ട് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ മാർഗമേ ഇല്ല. സോ സൺലൈറ്റ് പോകുന്നത്, ഡേ ലൈറ്റ് പോകുന്നതിന് മുന്നേ നമ്മൾ ഫോറസ്റ്റ് ഇറങ്ങിയിരിക്കണം. ഇപ്പൊ തന്നെ 1 o'clock ആയി. മിനിമം ഒരു 4 o'clock ആവുന്നതിന് മുന്നേ എങ്കിലും നമ്മൾ ഇറങ്ങിയിരിക്കണം. ഇല്ലെങ്കിൽ എക്സ്ട്രീംലി റിസ്കിയാണ്. നമ്മളവിടെ ഒപ്പിട്ടൊക്കെ കൊടുത്തല്ലേ. അതെ, നമ്മുടെ ജീവിതത്തിന് ഉത്തരവാദി. സംഭവിച്ചാലും അവർ ഉത്തരവാദികളല്ല. ശരിയാണ്. നമുക്ക് നമ്മുടെ കൂടെ ഒരു ഫോറസ്റ്റിന്റെ ട്രെക്കിലെ ഗൈഡ് പോലും ഇല്ല. അതാണ് നമ്മുടെ ഗൈഡ് പോയി. നമ്മളെ ഗൈഡ് നമ്മളെ കളഞ്ഞിട്ട് പോയി. ആക്ച്വലി നിങ്ങൾ ആ ബാഗ് കണ്ടോ? ഇച്ചിരി ഞെട്ടിപ്പിക്കുന്ന ഒരു കഥയാണ്. നിങ്ങൾ വിചാരിക്കും അത് ആരോ വെച്ചിട്ട് പോയതാ, പക്ഷെ അങ്ങനെയല്ല. ഈ ബാഗ്, ഓരോ ബാഗുകൾക്കും ഓരോ കഥയുണ്ട് പറയാനുണ്ട്. ഇവിടെയുള്ള ഈ കാട്ടിനിടയിലുള്ള ഓരോ മരങ്ങൾക്കും ഓരോ ഇലകൾക്കും ഓരോ കഥ പറയാനുണ്ട്. ആ കഥ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് അവിടെ ആക്ച്വലി ഒരു ഹൊറർ സ്റ്റോറിയാണ്. അതെ, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടുന്ന് മാറി
ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല നമുക്കറിയാം. അതാ ഒരുപാട് വേണ്ട വേണ്ട. ഫൈനലി നമ്മൾ ചെക്ക് പോയിന്റ് നമ്പർ 1 എത്താറായി എന്നുള്ളൊരു സൂചന കിട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക്. അവിടെ ആന്റി നിൽക്കുന്ന പറഞ്ഞായിരുന്നു ചെക്ക് പോയിന്റ്. നീ എന്താ ചെയ്യാൻ പോകുന്നത് പറ. അല്ലല്ലോ. ഓ നമ്മളാ ചേച്ചി എടുത്ത് ചോദിക്കാൻ പോകും. ഇവിടുത്തെ യഥാർത്ഥ പുലിയൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളതാണ്. ശരിക്കും ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ഇവിടെ പുലിയൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളതാണ്. പുലിയുണ്ട്, ആനയുണ്ട്, കാട്ടുപോത്ത്, കരടി എല്ലാം ഉണ്ട്. കരടി രാത്രിയിലൊക്കെ ഇറങ്ങും. പൊതുവെ ആൾക്കാർ പോകുമ്പോൾ ഇതൊക്കെ വരാറുണ്ട്. ആൾക്കാർ പോയപ്പോൾ ഒരു പ്രാവശ്യം പുലി അവിടെ വെച്ചുണ്ടായിരുന്നു. ആണല്ലേ? ആന എപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അവിടെയൊക്കെ താഴെ അതുകൊണ്ട് അവിടെയൊക്കെ കഴിഞ്ഞ ഞായറാഴ്ച ശനിയാഴ്ച ഞാൻ അവിടെയായിരുന്നു. എനിക്ക് അന്ന് ആന ആക്കര അതിൻ്റെ കര ഞാൻ ഇക്കര ഈ കണ്ടീഷനിൽ പോയിരിക്കും. ഇതുവരെ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ? കരടി അല്ല കാട്ടുപോത്ത് ഉപദ്രവിച്ചിട്ടുണ്ട്. ആണോ? 4-5 വർഷം മുന്നേ അല്ലാതെ സംഭവിച്ചിട്ടില്ല. അവിടെ 3:30 ആകുമ്പോൾ ഇങ്ങോട്ട് ഇറക്കി. ഇനി എത്ര നേരമുണ്ട് ചേച്ചി? 1 മണിയായതോ? മൊത്തം 2:30 ആ ഒരു അരമണിക്കൂറിലെത്തുമല്ലേ? മണിക്കൂറിൻ്റെ എത്തും. ഇല്ല 1 കിലോമീറ്റർ അല്ലേ ഉള്ളൂ? 1 കഴിഞ്ഞു. 2.5 കിലോമീറ്റർ. ടോട്ടൽ ഇനി എത്ര ഉണ്ട്? അതിലിപ്പോ ഒന്നാവാൻ പോണേ കുറച്ചുകൂടെ പോയാലും പിന്നെ വലിയ 1.5 അരമുക്കാൽ മണിക്കൂർ. കിലോമീറ്റർ കുഴപ്പമില്ല. നമ്മളൊരു 1:45 ആകുമ്പോൾ എത്തും ഗൈസ് ഏകദേശം. അതെ ഓക്കെ. താങ്ക് യു ചേച്ചി. താങ്ക് യു ഗൈസ്. ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ചേച്ചി ലാസ്റ്റ് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടായിരുന്നു. 1:45 ആകുമ്പോൾ നമ്മൾ എത്തുന്നു പറഞ്ഞാൽ എത്തുമെന്ന്. അതിലൊരു ഭീഷണി ഇല്ലേ? ചേച്ചി നമ്മളെ അത് മോശം. വേറെ എന്തെങ്കിലും പറയാം. അത് തന്നെ. ആക്ച്വലി ചേച്ചി നമ്മളെ വേറൊരു കാര്യം നമുക്ക് പറഞ്ഞു തന്നായിരുന്നല്ലേ. കരടി കാട്ടുപോത്തൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ സീനാണ്. പിന്നെ ആനയൊക്കെ ധാരാളം. ആന കഴിഞ്ഞ ആഴ്ച കൂടി വന്നേ ഉള്ളു. നിങ്ങൾ താഴെ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പിയിട്ട് വെച്ചിരിക്കുന്ന ആനയാണോ അത് പുലി? അത് ആനയാണ്. അത് പുലി മുകളിലേക്ക് പോകുമ്പോഴെന്നാണ് പറഞ്ഞത്. നമ്മളെല്ലാം കാണിച്ചു തരുന്നുണ്ട്. ജീവനോടെ ഉണ്ടെങ്കിൽ എഡിറ്റർ അല്ലാതെ, അല്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് അത് കാണിച്ചു തരും. നമ്മളൊരു ബനാന ബ്രേക്ക് എടുക്കുന്നു. കുറച്ച് വെള്ളം കുടിക്കട്ടെ. യെസ്, banana is the secret of my energy. Hydration and carbs are very important for trekking. പെട്ടെന്ന് നമുക്ക് എനർജി വേണം. അതെ, അതിനാണ് ബനാന. കുറച്ച് വേണം. വേണ്ട പഴം വേണ്ട. ഈ പാത ആന നടന്നാണ് ഇങ്ങനെ ആയെന്ന് തോന്നുന്നു അല്ലേ? ആനക്ക് പിന്നെ അതാണല്ലോ ഒരേ വഴി കൂടെ പോകാൻ വരിക. കൊറേ ആനകൾ അങ്ങനെ നടന്നാ വരും. മിസ്റ്റർ ആന കാട് നടന്നു. ഓ നമ്മളെ ഗൈഡ് അല്ല, മറ്റേ യോധ സിനിമയ്ക്ക് ചോദിക്കുന്നില്ലേ, ചേച്ചി ഇതുവഴി പോണ മരത്തിന്റെ മതി. അമ്മച്ചി നേപ്പാളിയാണെങ്കിൽ എരപ്പാളിയാണെങ്കിൽ 4-5 പേര് അങ്ങോട്ട് ഇപ്പൊ നടന്നു പോയാ. നമ്മൾ 8 പേര്. ഓ നമ്മള് 3 പേര്. 1 മണിക്കൂറിൽ എത്തൂല്ലേ നമ്മള്? നമ്മള് വീഡിയോ ഒക്കെ എടുത്തെടുത്ത് നമ്മുടെ ആൾക്കാരെ കണ്ടു കിട്ടിയിട്ടുണ്ട് ഗൈസ്. കണ്ടു കിട്ടിയെന്ന് ചേച്ചി ഇപ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ ഇതുവഴി പോയെന്നാണ് നമ്മൾ അറിയാൻ പറ്റിയത്. നമ്മൾ അവര് ഏതാണ്ട് എത്താറായി എന്നാണ് നമുക്ക് അറിയാൻ കിട്ടിയ പുതിയ ഇൻഫർമേഷൻ. അത് ചുമ്മാ പറഞ്ഞു.
വേറെ കാര്യം, നമ്മള് ഇങ്ങനത്തെ സ്പീഡിലാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങ് എത്തത്തുമില്ല, അതാ തിരിച്ചിറങ്ങാനും പറ്റത്തില്ല. അതെ, നിങ്ങൾ ആലോചിക്കണേ, ഇവിടെ സർവീസ് ഇല്ല, ഈ പറയുന്ന പോലെ നെറ്റ്വർക്ക് ഇല്ല, ഒന്നുമില്ല. സാറ്റലൈറ്റ് ഫോൺ പോലും ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഐഫോണിൽ പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നു, അത് വർക്കാവുമെന്നും അറിയില്ല. എനിവേസ് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ കുറച്ചുകൂടെ സ്പീഡിൽ നടന്നിട്ട് അതെ കുറച്ചുകൂടെ എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് എത്തിയിട്ട് കാണിക്കാം. പിന്നെ ആനയുടെ സാധനം, ആനേനെയോ പുലിനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞങ്ങൾ വരാം. അതുവരെ ഒരു ഇടവേള. ഇടവേള കഴിഞ്ഞെത്തിയ എല്ലാവർക്കും ഞാനൊരു സർപ്രൈസുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കാണിച്ചു തരാം, നോക്കിയോ. ഇത് കണ്ടായിരുന്നോ നിങ്ങള്? ഇനി നമ്മുടെ വഴി ഇച്ചിരി സീനാണ്. ക്യാമറ എങ്ങനെ കൊണ്ടുപോകുന്ന അറിയില്ല, നമുക്കിത് എങ്ങനെ ഷൂട്ട് ചെയ്യുന്ന അറിയില്ല, പക്ഷെ എന്നാലും നമ്മൾ ഷൂട്ട് ചെയ്യും. നമ്മൾ ഇനി നടത്താൻ പോകുന്ന ഒരു ജീവൻ മരണ റിസ്ക് കൂടി. റിസ്ക് കൂടി. അതും കൂടെ കാണിച്ചു. ഏതാ റിമെമ്പർ. 1 കിലോമീറ്റർ കൂടെ. ശരിയാണ്, നമ്മൾ അവരുടെ സ്ഥലത്തേക്കാണ് പോകുന്നത്. സൂക്ഷിച്ച് അയ്യോ, ഞാൻ ഇവിടെ തന്നെ പോയി. ആദ്യം ഒരാൾ കയറാം, ഞാൻ മേളിൽ നിന്നെ എടുക്കാം. വഴിയില് നമുക്ക് ഷോർട്ട് പോയാൽ ആക്ച്വലി ഇതാണോ വഴിയെന്ന് പോലും നമുക്ക് അറിയില്ല. നമ്മുടെ ഗൈഡിനൊന്നും കാണാനില്ല. ഹൈലി റിസ്കി. ഒരു 2 നില പൊക്കം ഇപ്പൊ തന്നെ ആയി. പഴം കഴിച്ചാൽ എനർജി. അതുകൊണ്ട് ഇത് നമ്മള് കോൺകർ ചെയ്ത്. നമ്മള് കാട് കയറാൻ കാടിന്റെ ഭക്ഷണം കഴിക്കണം. പഴം. ഞാൻ ജസ്റ്റ് താഴോട്ടൊന്ന് കാണിച്ചു തരാം, നോക്കിക്കോളാം. ഭയങ്കര ഡെപ്താണ്. ഇത് കണ്ടോ, ഒന്ന് സ്ലിപ്പായാൽ പോയി. ആഴം കണ്ടാ? എനിക്കൊന്ന് വീണ് കഴിഞ്ഞാ അതെ 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 നമ്മൾ കണ്ടു. ഇതെന്താന്ന് നിങ്ങൾക്ക് അറിയോ? ആക്ച്വലി പാമ്പുണ്ടല്ലോ, പാമ്പ് സ്കിന്ന് ഷെഡ് ചെയ്യുന്നതാണ്. കണ്ടാ? എനിക്കെന്തോ അത് പാമ്പിന്റെ കണ്ണിന്റെ സൈഡിലൊക്കെ ഉള്ള സ്കിന്നാണ്. ഇവിടെ സൈഡിലുണ്ട്. ഇത് വലിയ പാമ്പാണ്. അറ്റ്ലീസ്റ്റ് ഒരു 10-15 ഫീറ്റ് ഉണ്ടാവും. നീ അവിടെ മാറ്. അവിടെ ഒരുപാടുണ്ട് കേട്ടോ. കണ്ണിന്റെ സൈഡാണ്, ഞാൻ പറഞ്ഞില്ലേ. റിസ്ക് ആണ്. ഇവിടെ നമുക്ക് എന്തായാലും കുറച്ച് നീങ്ങാം. യെസ്, അതാണ് സേഫ്. പേടിയൊന്നുമില്ലേ? അല്ലേ, അഥവാ ആന വരുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ സേഫ് ആവാൻ? ഓ, കഴിഞ്ഞ ആഴ്ച കൊണ്ട് രണ്ടാമത്തെ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങി. അതിങ്ങോട്ട് അത് പോണ വഴിയില്ലേ, അതിന്റെ പോകും. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ നടക്കുന്ന വഴിയേക്ക് നമ്മള് പോകുള്ളു. ശരി, താങ്ക് യു. ചെക്ക് പോയിന്റ് 3 നമ്മൾ ക്രോസ് ചെയ്തിരിക്കുന്നു. ആക്ച്വലി നമ്മളിച്ചിരി നാരോ ആയിട്ടുള്ള പാസേജിലൂടെയാണ് ഇനി പൊക്കോണ്ടിരിക്കുന്നത്. കണ്ടേച്ചി, ഇത് ആക്ച്വലി ഇച്ചിരി ഭയങ്കര നാരോ ആണ്. നമ്മളിപ്പൊ മറിഞ്ഞടിച്ച് വീണ ഇപ്പൊ ഞാൻ വീണേനെ. ഇത് ആക്ച്വലി നമ്മള് ഗെയിമൊക്കെ കളിക്കുമ്പോ എടുക്കത്തില്ല, അതേപോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഇതുവഴി നടക്കുമ്പോ കിട്ടുന്നത്. നമ്മുടെ ഗൈഡ് നമ്മളെ കളഞ്ഞ് പോയിട്ട് ഇപ്പൊ ഏകദേശം 1 മണിക്കൂറാണ്.
ഗൈഡിനെ എവിടെയും കാണാനില്ല. എനിക്ക് തോന്നുന്നു ഗൈഡിന് മനസ്സിലായി നമ്മളിതൊക്കെ സർവൈവ് ചെയ്യുമെന്നല്ലേ. നമ്മളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. യാ, അതുകൊണ്ട് നമ്മളെ കാട്ടി വിശ്വാസം കുറഞ്ഞ ആളുകളുടെ കൂടെ അയാൾ പോയല്ലേ. ഓ, ആരൊക്കെയോ വരുന്നു. ഗൈഡിനൊരു ഷൗട്ട് ഔട്ട്. യാ, ഷൗട്ട് ഔട്ട് ടു അവർ ഗൈഡ്. അവരത് വരുന്നവർ ചോദിച്ചു നോക്കിയാ പോയ വഴിക്ക് വേറെ റിസ്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഓ, നീ ചോദിക്കും. ഇത്ര നേരം ഞാൻ ചോദിച്ചു. ഇനി അങ്ങോട്ട് നല്ല കുറെ ദൂരം ഉണ്ടോ? ഇതൊക്കെ बहुत दूर है. വീഡിയോ യൂട്യൂബ് അജിൻ ചന്ദ്രൻ. താങ്ക് യു. ഇത് ആക്ച്വലി നോർത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ കേരളം കാണാൻ വേണ്ടിയിട്ട്. കേരളം മാത്രമല്ല, ഈ കാടിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അത് കാണാൻ അവർ വന്നു. നമ്മൾ ആക്ച്വലി ടൂറിസത്തിനെയും പ്രൊമോട്ട് ചെയ്യണം അല്ലേ? ടൂറിസം ഇസ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മനുഷ്യന്മാരെ നീ ഫ്രണ്ടിൽ പോയാൽ നിന്നെ കിട്ടത്തില്ല. ഞാൻ ഫ്രണ്ടിൽ വരാം. പറ. നമ്മുടെ മനുഷ്യന്മാരെ ഏറ്റവും ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോറേഷൻ ആണ്. സോ ടൂറിസം അത് നമ്മളെ എനേബിൾ ചെയ്യുന്നു. നീഡ് ഫോർ മോർ. ഇങ്ങനെ കുറെ ഇനിയും ഹിഡൻ സ്പോട്ട്സ് ഉണ്ട്. സോ പതുക്കെ നമ്മൾ കുറെ ഹിഡൻ സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യും. ഇത് തീർന്ന് ജീവനോടെ ഉണ്ടെങ്കിൽ അവരൊക്കെ പോയി പക്ഷെ നമ്മൾ ഫുൾ കോൺഫിഡൻസ്. അവര് നമുക്കിപ്പോ സപ്പോർട്ടൊക്കെ തന്നു, ഷൗട്ട് ഔട്ട് ഒക്കെ തന്നല്ലേ ചാനൽ. അജിൻ ചന്ദ്ര. അല്ല, നിങ്ങൾ സേഫ് ആണെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അവരുടെ ഉള്ളിലെ ഭയം നിങ്ങൾ കണ്ടായിരുന്നോ? എന്തൊക്കെയാടാ പറയുന്നത്? നീ ചോദിക്ക്. You got this. उधर बहुत आसान है क्या? आसान है? आसानी है, यंग ऑफिस है, लेकिन है थोड़ा दूर है. दूर है और दूर है. कितना दूर चलना पड़ेगा? ऑलमोस्ट आप आधा आए हो, भी आधा और चलना है, लेकिन ऊपर जब जाओगे तो वर्थ इट है. वो नहाने के लिए बहुत अच्छा पानी होगा. अच्छा, थोड़ा जल्दी हमको पैटर्न बहुत है. नहाओगे तो पूरी थकान खत्म हो जाएगी. Thank you. സബ്ടൈറ്റിൽ വേണമെങ്കിൽ ഇതിന്റെ സബ്ടൈറ്റിൽ എന്റെ എഡിറ്റർ ആഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ കുറച്ച് ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള സ്ഥലത്തൂടെയൊക്കെ പോകാൻ പോവാണ്. അധികം സ്പേസ് ഇല്ല. പിന്നെ ഗ്രിപ്പ് പിടിക്കാനായിട്ട് സ്ഥലങ്ങളില്ല. ദേവാങ്ക്, നീ ക്ലോസ്ട്രോഫോബിക് ആണോ? ഇതുവരെ ആയിരുന്നില്ലടാ, പക്ഷെ ഇതിന്റെ അറ്റ്മോസ്ഫിയർ കണ്ട് ഭയങ്കര ടെൻഷൻ. സുഭാഷ. ഓക്കെ. വഴിയില്ല. നീ ഓഡിയൻസിനെ കളിയാക്കുന്നോടാ. ഗൈസ്, നിങ്ങൾ ക്ലോസ്ട്രോഫോബിക് ആവുന്നുണ്ടോ? കുറച്ച്. നമ്മള് ഏതോ ഒരു ഗുഹയ്ക്കകത്തൊക്കെ എത്തി. ഗുഹയിൽ കൂടെയാണ് ഇനി നമ്മൾ ക്രോസ് ചെയ്ത് പോകേണ്ടത്. അതെ, ഇവിടെ ആക്ച്വൽ ഒരു വഴിയായിട്ടൊന്നുമില്ല. കല്ലിന്റെ മേലെ താഴെ ഇറങ്ങി പോകണം. എന്റെ ഒരു ചോദ്യം, കൊച്ചു പിള്ളേരെ ട്രക്കിങ്ങിന് കൊണ്ടുവരാൻ പാടുണ്ട് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ? കൊണ്ടുവരണം ആക്ച്വലി. ഏത് ഏജ് വരെ കൊണ്ടുവരാം? അതൊക്കെ പാരന്റ്സ് നോക്കട്ടെ. അല്ല, അത് നമുക്ക് അറിയാം. നീ പാരന്റ് അല്ല, കൊച്ചു കുട്ടികൾ നമ്മൾ അത്ര അഡ്വഞ്ചറസും അവരങ്ങനെ ഓവർ പ്രൊട്ടക്റ്റീവ് ആയി നിർത്തരുത്. അവരും അറിയട്ടെ. ഞാനൊക്കെ ഇന്നാണ് ഇത് അറിയുന്നത്. ഈ വീഡിയോ കാണും നിങ്ങൾ ചിലപ്പോ ഇന്നായിരിക്കും ഇത് അറിയുന്നത്. 1-2 തവണ മുറിവൊക്കെ വരുന്നത് കുഴപ്പമൊന്നുമില്ല. ശരിയാണ്, പണ്ട് ആൾക്കാർ അങ്ങനെ ആയിരുന്നു. ഇവിടെ തീയൊക്കെ ഇട്ട് ആലോചിച്ചു. ഇവിടെയൊക്കെ ആയിരിക്കും പണ്ടത്തെ നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സ് ഒക്കെ ആഹാരമൊക്കെ ഉണ്ടാക്കി. അല്ലേ? നമ്മൾ ആക്ച്വലി ഇങ്ങനെ നടന്നു വന്നപ്പം ഒരു ഗുഹയ്ക്കകത്തൊരു സാധനം കണ്ടായിരുന്നു. എല്ലാരും അത് കാണിക്കണ്ടേ? ഞാൻ ഇതെങ്ങനെ കാണിക്കൂടാ? ഇതെങ്ങനെ കാണാൻ പറ്റുന്ന നിങ്ങക്ക്? നേച്ചർ അറ്റ് വർക്ക്. എന്താ ഇവിടെ അമ്മയും കുഞ്ഞും? അല്ലല്ല, വെയിറ്റ്. അമ്മയും കുഞ്ഞല്ലേ? അല്ല, ഇതൊരു ടൈഗറോ സംതിങ് ആണ്. ആ ഫേസിന്റെ സ്ട്രക്ചർ നോക്കിയാൽ ഇതൊരു പെണ്ണാണ്. ചുണ്ടുള്ള ടൈഗർ. ടൈഗറിന് ചുണ്ടുണ്ട്. അങ്ങനെ ഉദ്ദേശിച്ചു. ഇത് ആരാണെങ്കിലും അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. ഇത് ഏത് നൂറ്റാണ്ടിലാത്ത?
എത്ര വർഷം പഴക്കമുണ്ടെന്ന് എണ്ണിക്ക് നമുക്ക് അവിടെ പോവാം. കാർബൺ ഡേറ്റ് ചെയ്യേണ്ടി വരുമല്ലേ? മറ്റേ കാർബൺ ഡേറ്റ് ചെയ്ത് നമുക്ക് ഇതിന്റെ കറക്റ്റ് ഏജ് നമുക്ക് റിക്കമെൻഡ് ചെയ്യാൻ പറ്റും. കാർബൺ ഡേറ്റിംഗ് ഡൈനോസറിന്റെ അങ്ങനെ എന്തോ ഇല്ലേ? അല്ല അല്ല കാർബൺ ഡേറ്റിംഗ് അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ. ഇതൊക്കെ ടാർസൻ ആയിരുന്നു എന്റെ പണ്ടത്തെ പേര്. ഏത് നാട്ടിൽ ടാർസൻ? നമ്മളെ ഗൈഡിനെ കണ്ടുപിടിക്കാൻ സമയമായിരിക്കുന്നു. ഇനി എക്കോ ലൊക്കേഷൻ വെച്ചായിരിക്കും നമ്മൾ കണ്ടുപിടിക്കാൻ. അഡ്രാ കേട്ടോ ആരും കേട്ടില്ല. നമ്മൾ ഡീപ്പ് ഇൻ ടു ദ ഫോറസ്റ്റ് ആണ്. നിങ്ങൾ കാണുന്നുണ്ടോ ഈ വഴി ഉണ്ടോ? ഇനി നമ്മൾ അതാണ് കേറാൻ പോകുന്നത്. ദേവാങ്ക്, ഓ മൈ ഗോഡ്, നല്ല ഡെപ്ത് ആണ്. യാ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും ചെയ്തില്ലേ? പുലി വന്നില്ലെങ്കിൽ നമ്മൾ ഇന്നും കേറും. ഇതുവഴി പുലി വരുമ്പോ അതെന്ത് പുലിക്ക് ഇത്രയും കയറ്റം കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. വാട്ടർ ബ്രേക്ക് എടുക്കാനോ? നീ ഇപ്പൊ പറഞ്ഞ എടുത്തല്ലേ ഉള്ളൂ. കേരളത്തിലെ ടാർസൻ തളന്ന്. ടാർസനെ കാണിച്ചു തരാം. വെള്ളം ഇമ്പോർട്ടന്റ് ആണ്. ഹൈഡ്രേഷൻ ഇസ് ഇമ്പോർട്ടന്റ്. നമ്മുടെ ബോഡിയിൽ 70% വെള്ളമാണ്. സോ എല്ലാ ഓർഗൻസിനും വെള്ളം വേണം. ന്യൂട്രിയൻസ് എല്ലായിടത്തും എത്താൻ വെള്ളം വേണം. ബാക്കിയുണ്ടോ? ട്രൂ. കേരള ടാർസൻ ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. നിങ്ങൾ വെള്ളം എടുക്കുക, പക്ഷെ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും ഇവിടെ ഇട്ട് പോകരുത്. കാരണം ഇത് അങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പൊ നമ്മള് കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ഇതൊന്നും എനിക്കും കുറച്ച് തരാം. സോറിയാണ്. ഇങ്ങനെയുള്ള മലകളൊക്കെ കാണുന്ന എനിക്ക് കയറാൻ തോന്നും. ടാർസൻ ഇൻസ്റ്റിങ്ക്റ്റ്. നീ കുറച്ചൊന്ന് കയറി എടാ, അഭിനയിക്കെങ്കിലും ചെയ്യും, ഞാൻ കൊല്ലിക്ക് തരാം. എന്തൊക്കെ പറയുന്ന ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട്. കണ്ടുപിടിച്ചു, നമ്മുടെ ഗൈഡിനെ കിട്ടി. ഇത് ചറുക്കുക ഭംഗിയുണ്ട. Devang, Yes, man. Best experience, best hidden spot in South India. ഒരു മെർമെയ്ഡിനെ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം. Let's go.
നമ്മള് നേരത്തെ അവിടെയാണ് നിന്നത്. എവിടെയാണ്? അവിടെയാണ് നമ്മള് നിന്നത്. അവിടെ വെച്ച് തിരക്കുണ്ടായിരുന്നല്ലേ? ഇവിടെ ആരും കാലിലൊന്നും കയറിയാണ്. ഇന്നത്തെ നമ്മളെ ട്രെക്കിങ്ങിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഭയങ്കര റിഫ്രഷിംഗ് ആണ്, റെജുവിനേറ്റിംഗ്. ഒരു തെറപ്പി പോലെ തന്നെയാണല്ലേ? നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ നമ്മൾ ആക്ച്വലി മഴ ഇന്ന സമയത്ത് ഇതേപോലത്തെ സാധനം നമ്മളെ കുറുക്കിലിടിക്കുന്നുണ്ടായിരുന്നു. അതൊരു മസാജ്, ഫ്രീ മസാജ്. നല്ല ഫോഴ്സ്, നല്ലൊരു സുഖം. അടിപൊളി. ഇവ അഞ്ച് പ്രാവശ്യം വെള്ളത്തിൽ വീണ്, പിന്നെ 6ാമത് കാലത്തിരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ. ഗൈസ്, നമുക്ക് നമ്മുടെ ഗൈഡിനെ കിട്ടിയിരിക്കുന്നു ഫൈനലി. തിരിച്ചു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഗൈഡിന്റെ ഇൻഫ്ലുവൻസിലാണ് തിരിച്ചു പോകാൻ പറ്റുന്നത്. ഗൈഡിന്റെ പ്രൊട്ടക്ഷനും ഗൈഡിന്റെ വിസ്ഡം ഒക്കെയാണ്. സേഫ് ആണ് ഗൈഡ്. ആന ഇപ്പൊ ഇതുവഴി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ഫ്രഷ് പിണ്ടൊക്കെ കണ്ടു. ഇല്ല, അത് ഫ്രഷ് ആയിട്ട് നല്ല മാറ്റമുണ്ട്. മണപ്പിച്ചാ നീ? മണം അടിച്ച് നമ്മൾ അങ്ങോട്ട് പോയപ്പോ അതില്ലായിരുന്നല്ലോ. ഓക്കെ ഓക്കെ, വിത്തിൻ 2 minutes ഞങ്ങൾ താഴെ എത്തും. പിന്നെ ഞങ്ങള് നമുക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ജോണിയാണ്. കല്ലായിട്ട് അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട്. ആക്ച്വലി ടാർസന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. ഞാൻ കാണിച്ചു തരാം. അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജോണി എത്തിയിട്ടുണ്ട്. നമ്മൾ നമ്മളെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ട്. ജോണിക്കുട്ടനാണ് നമ്മുടെ ടാർസന്റെ അടുത്ത ആളാണ്. ജോണി, യു ഹാവ് സംതിങ് ടു സേ? അത്രയും അങ്ങോട്ട് കാറ്റണ്ട, എനിക്ക് ഉച്ചക്ക് തിന്നാനുള്ളതാ. ജോണി കുട്ടാ, അവൻ എന്തോ ഇഡലി എന്തോ കിട്ടിയെന്തോ, ചക്രയുടെ ഇഡലി കിട്ടിയെന്തോ. നിനക്ക് വീഡിയോയില് വരണ്ടേ? അതാരാ നോക്ക്. ഇതെന്താ സുശീലണ്ണ ഇങ്ങനെ? ജോണിയുടെ വയറ് നിറഞ്ഞു. ഇനി ജോണി മിണ്ടത്തില്ല. പണങ്ങി ടാർസൻ വിളിക്ക്. ചൊക്കളി. സീനാണ്, അനക്കമുണ്ട്, അതിന്റെ അടിയിൽ സാധനമുണ്ട്. ഏന്റെ അടിയില് ആ കല്ലിന്റെ സൈഡില് ഒരു കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്. സുരേഷ് 2.0 പോരെ. ഈ സ്ഥലം ആക്ച്വലി ഒരു എക്സാമ്പിൾ ആണ്. മൊത്തം ഒരു 10 സ്റ്റാഫ് ആണ്. ഇത്രയും വൃത്തിയായിട്ട് ഈ സ്ഥലത്തിനെ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മൾ മനസ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ഥലം വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും എന്നതിന്റെ എക്സാമ്പിൾ കൂടിയാണ്. ഗൈസ്, ഫൈനലി ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ട്രക്കിംഗ് കഴിഞ്ഞ് നമ്മുടെ മിനി ഗൈഡാണിത്. നമ്മളെ പുതിയ ടീം എങ്ങനെയുണ്ട്? ട്രക്കിംഗ് കഴിഞ്ഞിട്ടുള്ള എന്താ പറയും, വിദേശികൾ നല്ലപോലെ ഉണ്ടായിരുന്നു ട്രക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ വെള്ളം നല്ല എളുപ്പമുണ്ട്. നല്ല ഫോഴ്സ് ഉണ്ടായിരുന്നു. നല്ല മസാജ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ നേരത്തെ അവിടെ വെച്ച് തള്ളി മറിച്ചതുപോലെയല്ല, സത്യമായിട്ട് അടിപൊളിയാണ്, വിഷയമാണ്, ഫണ്ണാണ്, റിസ്ക് ആണ്, സെറ്റാണ്. റിസ്ക് എന്ന് വെച്ചാൽ 5 ഇവിടെ 5 മണി എന്തോ ആവുന്നേ ഉള്ളൂ. നമ്മളെല്ലാരും ഇവിടെ നിന്ന് ഓടയാണ്. അതാണ് പിന്നെ വാട്ടർഫോളൊക്കെ ഒരു പീസ്ഫുൾ മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ട്രൂ. ഇതാണ് സ്ഥലം. വേറെ എന്തെങ്കിലും വേറൊന്നുമില്ലല്ലോ. അപ്പൊ ഈ വീഡിയോക്ക് ഞങ്ങൾ എല്ലാരും പൂർണ്ണമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ചെയ്തു എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ സെൻഡ് ചെയ്യാണ്. താങ്ക് യു. അടുത്ത വീഡിയോ കാണിച്ചു ആണെങ്കിൽ ആക്ച്വലി ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. പിന്നെ ഈ പയ്യന്റെ ബർത്ത്ഡേ കാണിച്ചു തരാം. സാധാ കഞ്ഞിവെള്ളം ആഷിക്കിന്റെ ബർത്ത്ഡേ ആണ്. ഇത് കഞ്ഞിവെള്ളമാണ്. നമ്മൾ കള്ള് ഷോപ്പിലാണ്. ഓക്കെ ഞങ്ങൾ കഴിക്കാൻ പോകും. ഇത് പോർക്കല്ല, ഇത് സ്ക്വിഡ് അല്ല, ഇത് ക്രാബ് അല്ല, ബീഫ് അല്ല. ഒന്നും